ഇത് വിളവെടുപ്പം പാകമായ ഉള്ളിയാണ്. ഇത് നമുക്ക് വിളവെടുപ്പ് ഉണ്ടോ എന്ന് നോക്കാം. അതിനകത്ത് ഉള്ളി ഉണ്ടോ എന്ന് നോക്കാം. ഉള്ളി നോക്കട്ടെ, ഉള്ളി ആയോ എന്ന് നോക്കാം. മഴ പെയ്ത കാരണം മണ്ണ് ഉറച്ച് ഇട്ടില്ല. മണ്ണ് ഉറയ്ക്കാതെ നമ്മൾ നോക്കട്ടെ ഉള്ളി ഉണ്ടായെന്ന്. ഉള്ളി ഉണ്ടായിട്ടുണ്ട്. ഒരു ചുവട് പറിച്ച ഉള്ളിയാണ്. എത്ര എണ്ണം ഉണ്ടോയെന്ന് നോക്കാം. 1 2 3 4 5 ഉള്ളി ഒരെണ്ണത്തില്ല, ഒരു ചുവടില്ല. നമുക്ക് അടുത്തത് നോക്കാം. ദേ 2 ചുവട് കുറച്ചേ ഉള്ളൂ. അങ്ങനെ നട്ട് വളർത്തിയ ഉള്ളിയായിട്ട്. അതെ മൂന്നാമത്തെ ചുവടിലുണ്ടോ നോക്കാം. ഇതാണ് 3 ചുവട് കുറച്ചേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ടാവും. തിരിച്ചിക്കൂടെ മുഴുക്കാനുണ്ട്. നമ്മളിവിടെയും നട്ടിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ നമുക്ക് വിളവെടുക്കാം. ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കാം. ഇത് 4 ചുവട് നട്ടേ ഉള്ളൂ. ഇത് 4 ചുവട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ. നമ്മളൊക്കെ ഇത് നാട്ടിൽ ഉണ്ടാവില്ല എന്നല്ലേ, നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതെ ഇതേണ്ട, ഈ 2 ചുവടും കൂടെ ഉണ്ട്. അതും കൂടെ പറിച്ച് നോക്കാം. ഇത് ചാഞ്ഞ് പോയിട്ടില്ല. ചാഞ്ഞ് പോകുമ്പോഴാണെന്നാണ് പറഞ്ഞത്. ഇത് നോക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് നട്ട ഉള്ളിയാണ്. ഉള്ളിക്കൃഷി ഇതിൽ 2 3 ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കാം. വേണ്ട, നല്ല ഉള്ളി ഇതിലുമുണ്ട്. നമ്മളിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതാണ് ഉണ്ടാകുന്നത്. നമ്മൾ ചുമ്മാ ഈ മണ്ണിൽ ചുമ്മാ ഒന്ന് നട്ടേ ഉള്ളൂ. വളമൊന്നും ഇട്ടാതെ വാങ്ങും. വളമൊന്നും ഇടാത്ത ഉള്ളിയാണ്. അതെ ഇത്രയേ ഉള്ളി കിട്ടി. ഇതുണ്ട്, ഉള്ളി നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഒരെണ്ണത്തിൽ 1 2 3 4 5 6 7 എണ്ണം വെച്ച്. അടുത്തതിലുമുണ്ട് 1 2 3 4 5. നമുക്കിത് കറിയൊക്കെ എടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചൊക്കെ കഴിക്കാം. നമ്മൾ വീട്ടിലുണ്ടായതുകൊണ്ട് നല്ലതാണ്. ഇതിലും ഉണ്ട് 6 എണ്ണം. ഇത് എൻ്റെ വിളവെടുപ്പത്തെ ഉള്ളി, നല്ല ഉള്ളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.